CK ജാനു പറയുന്നുണ്ട്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആന്റണിക്ക് മാപ്പില്ല. AK ആന്റണിയുടെ വൈകിയ വേളയിലുണ്ടായ തിരിച്ചറിവ് നല്ലതാണ് എന്നാണ് അവരിന്ന് പ്രതീക്ഷിച്ചത്. ആര് പറഞ്ഞു? CK ജാനു മുത്തങ്ങാട്ടൊക്കെ. ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജാനുവിൻ്റെതായ രൂപത്തിലത് പറയട്ടെ. നമുക്ക് നമ്മളുടേതായ രൂപത്തിൽ പറയേണ്ടി വരും. അത് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. CK ജാനുവിനും അറിയാമല്ലോ. CK ജാനു അവിടെ കുടില കെട്ടാൻ അത് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് എനിക്കൊരു പരാമർശനമില്ല. പക്ഷേ ഇവിടെ AK ആൻ്റണി എന്നുള്ള ഒരു വ്യക്തിയെ കേരളം ആദരിക്കുന്ന ഒരു ആളിനെ അപമാനിക്കുന്നതിന് വേണ്ടി ഈ പഴകി തുരുമ്പിച്ച ഒരായുധം എടുത്ത് വിനിയോഗിച്ചു. അതാണ് നമ്മുടെ പ്രശ്നം. താങ്കൾ മാർട്ടിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മുത്തങ്ങ സംബന്ധിച്ചുള്ള CBI റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലേക്ക് വന്ന റിപ്പോർട്ടാണ്. കാരണമല്ലോ CBI അന്ന് വിട്ടത്. കോടതി പരാമർശം ഉണ്ടായിരുന്നു വിടാനായിട്ട്. അത് സംബന്ധിച്ച് അന്നത്തെ പോലീസ് ആക്ഷൻ സംബന്ധിച്ച് എന്തായിരുന്നു CBIയുടെ ഫൈൻഡിങ്? അത് ഫർദർ ആക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എത്ര ഗവൺമെൻറ്റുകൾ മാറിപ്പോയി. അന്നത്തതിന് ശേഷം എത്ര ഗവൺമെൻറ്റുകൾ മാറി. അത് ഞങ്ങൾ മാത്രം ഭരിച്ചതല്ലല്ലോ. ഭൂരിപക്ഷവും ഭരിച്ചത് ഞങ്ങളെ അന്ന് എതിർത്തിരുന്ന ആളുകളും ഇന്നും എതിർക്കുന്ന ആളുകളല്ലേ. ഈ അവസാനത്തെ ഈ 30 കൊല്ലം കഴിഞ്ഞ് AK ആൻ്റണി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ശക്തനായി നിന്ന ആ കാലത്തെ ഒരു കാര്യം എടുത്തുകൊണ്ടുവന്ന് ഇപ്പോഴടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്താ ഇതൊന്നും വിട്ടുപോയത്? അപ്പം ഞങ്ങളതൊക്കെ വെറും രാഷ്ട്രീയ ആയുധമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വിനിയോഗിക്കുന്ന ചീള് പ്രയോഗമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്.